തലസ്ഥാന ജില്ലയിൽ ഒരാഴ്ചയായി കുടിവെള്ളം ലഭ്യമാക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ റോഡിലിറങ്ങി വഴിതടഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് കരമന കുഞ്ചാലുമൂട് റോഡാണ് നാട്ടുകാർ ഉപരോധിച്ചത്. ഇന്ന് തന്നെ കുടിവെള്ളം ലഭ്യമാക്കുമെന്ന വാക്കാലുള്ള ഉറപ്പ് വിശ്വസിച്ചാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. തലസ്ഥാന നഗരിയിലെ വിവിധ ഭാഗങ്ങളായ കരമന, മേലാരന്നൂർ, കടയ്ക്കന്തൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം കിട്ടുന്നില്ല. സാങ്കേതിക തകരാറ് മൂലമാണ് ജലവിതരണം നിലച്ചതെന്നാണ് ജല അതോറിറ്റിയുടെ ന്യായീകരണം. എന്നാൽ ഇതേ പ്രദേശങ്ങളിൽ വലിയ ഫ്ളാറ്റുകളിൽ ജലം യഥേഷ്ടം ലഭിക്കുന്നു എന്നാണ് സ്ഥലവാസികൾ പറയുന്നത്. കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടി. ഇന്നലെ ഇവിടെ വന്നപ്പോൾ പോലീസും എല്ലാം പറഞ്ഞ് ഇന്നലെ കണ്ടിപ്പോൾ വരും, കറക്റ്റാണ് വരും, രാത്രി വെള്ളം വരുമെന്ന് പറഞ്ഞ്. ഇന്നും വെളുപ്പാൻ രാവിലെ വരെ 5 മണി വരെ നോക്കി ഞങ്ങൾ കാത്തിരുന്ന് വെള്ളമേ വന്നില്ല. കുറച്ച് നേരം 1 മണിക്കൂർ വന്നിട്ട് വെള്ളം നിന്ന്. ഇന്ന് ആറന്നൂരിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാതെ വളരെയധികം ജനം ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ രാവിലെ ഞങ്ങൾ ഇവിടെ വന്ന് രാവിലെ മുതൽ വിരോധം നടത്തുമ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ വരികയോ ആരെങ്കിലും ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. പകരം ഞങ്ങളിപ്പോൾ റോഡ് വിരോധിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ റോഡ് വിരോധിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾ കേസെടുക്കും. ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തി ഇതിനൊരു ശാശ്വതമായ പരിഹാരം നൽകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റോഡ് വിരോധിക്കും, ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും ശരി ഞങ്ങൾ കൃത്യമായിട്ട് റോഡ് വിരോധിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ശാശ്വതമായ പരിഹാരത്തിന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ സമയത്ത് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. ഒരാഴ്ചയായി ദുരിതം അനുഭവിക്കുന്ന നാട്ടുകാർ ഇന്ന് കരമന ജല അതോറിറ്റി ഓഫീസിൽ പരാതിപ്പെടാൻ എത്തിയെങ്കിലും അവിടെ പരാതി കേൾക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള 50-ലേറെ വരുന്ന നാട്ടുകാർ കരമന കുഞ്ചാലുമൂട് ജംഗ്ഷനിൽ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം റോഡ് ഉപരോധിച്ചാണ് തങ്ങളുടെ പ്രയാസം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. വെള്ളമെത്തിക്കാനുള്ള നടപടി ഇന്ന് തന്നെ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരോട് നേരിട്ട് നിർദ്ദേശിക്കാമെന്ന് കരമന പോലീസ് പറഞ്ഞതിനെ തുടർന്ന് ആ ഉറപ്പിന്മേൽ സമരക്കാർ വീട്ടിലേക്ക് മടങ്ങി. ജനം, തിരുവനന്തപുരം.